2024 ജനുവരി 16 വൈകുന്നേരം 5:12 സഭയിൽ ഒരു വിശുദ്ധൻ ജനിച്ചു. കാരണം സിറിൽ മരിച്ചു എന്ന് പറയുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. വെറുതെ പറയുന്നതല്ല. ഈ ഒരു നിമിഷം വരെ എനിക്ക് വന്നേക്കുന്ന വോയിസ് ക്ലിപ്പുകൾ, വിളികൾ, അനുശോചന സന്ദേശങ്ങൾ ഒക്കെ എന്നോടും ഞങ്ങളോടും പറഞ്ഞത് ഒരു വിശുദ്ധൻ ജനിച്ചു എന്നാണ്. സംശയമുള്ളവർ സോഷ്യൽ മീഡിയയിൽ ഒന്ന് കയറി നോക്കിയാൽ മതി. അതിൻ്റെ താഴെ വരുന്ന പ്രയർ റിക്വസ്റ്റുകളുടെ എണ്ണം. ഞങ്ങളുടെ സഹോദരൻ സിറിലിനെ ഓർത്ത് ഞങ്ങൾ അഭിമാനിക്കുന്നു. വീട്ടുകാരടക്കം പലരും ചോദിച്ച ഒരു ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകുവാൻ ശ്രമിക്കുകയാണ്. എന്താ അച്ഛാ ഇങ്ങനെ? എന്തിനാ അച്ഛാ ഇങ്ങനെ? സുവിശേഷമാണ് ഉത്തരം നൽകുന്നത്. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ അതിനെ അവിടെ നിന്നും അഴിച്ചുകൊണ്ടു പോകുമ്പോൾ, ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയുക. ഗുരുവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ഇത്രയുമേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാവർക്കുമുള്ള ഞങ്ങളുടെ കയ്യിലുള്ള ഉത്തരം ഇത് മാത്രമേ ഉള്ളൂ. ഗുരുവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. പിന്നെ കലഹിക്കുവാൻ നമ്മളാര്? കരയുവാനും ദുഃഖിക്കുവാനും നമ്മളാര്? യജമാനന് ആവശ്യമുള്ള ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ വിട്ടുകൊടുത്തല്ലേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സന്തോഷത്തോടുകൂടി നമ്മൾ ഈ യാഥാർത്ഥ്യത്തെ തിരികെ ഏൽപ്പിക്കുകയാണ്, വേദനയുണ്ടെങ്കിലും. 37 വർഷം കൊണ്ട് എങ്ങനെ ഒരു മനുഷ്യന് ജീവിക്കുവാൻ സാധിക്കും എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. സിറിലിനെ കുറെ കാലമായിട്ട് വളരെ അടുത്തറിയാം. ഒളിഞ്ഞും തെളിഞ്ഞും ചിരിച്ചും കളിച്ചും കലഹിച്ചും ചിലപ്പോൾ എൻ്റെ മുറിയിൽ വന്ന് അദ്ദേഹത്തിൻ്റെ എതിർപ്പുകളും വിഷമങ്ങളും പച്ചയ്ക്ക് പ്രകടിപ്പിച്ചും ജീവിച്ച ഞങ്ങളുടെ സിറിൽ. ഈ മനുഷ്യന് ഈ മരണത്തെക്കുറിച്ച് അറിയാമായിരുന്നോ? എനിക്കറിയില്ല. പക്ഷെ ചിലതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ കരുതുന്നത്. പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് മുതൽ ഒരു പോക്കറ്റിൽ കൊന്തയും മറ്റേ പോക്കറ്റിൽ കുരിശുമിട്ട് അനിയനെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് പരീക്ഷയ്ക്കൊരുങ്ങിയ ഒരു കൊച്ചു സിറിലിനെ വീട്ടുകാര് ചേർത്തെടുക്കുകയാണ്. അതായിരുന്നു ഞങ്ങളുടെ ഉണ്ണിക്കുട്ടൻ എന്ന് പപ്പ പറഞ്ഞു വയ്ക്കുന്നിടം മുതൽ ആരംഭിക്കുകയാണ് സിറിലിന്റെ ജീവിത വിശുദ്ധിയിലേക്കുള്ള പടവുകൾ. പിന്നെ ഞങ്ങൾ കൂടെയുള്ളവരും ഒരുമിച്ചുണ്ടായിരുന്നവരും ഒക്കെ അനുഭവിച്ചത് ഈ വിശുദ്ധിയുടെ പരിമളം തന്നെയായിരുന്നു. രോഗിയായിരുന്ന കാലയളവിൽ ഒരു വാക്കുകൊണ്ടുപോലും ഒരു കുറ്റവും സിറിലിനോട് പറഞ്ഞിട്ടില്ല. ചികിത്സയെക്കുറിച്ചോ സഹോദരന്മാരെ കുറിച്ചോ സമൂഹത്തെക്കുറിച്ചോ ഒന്നും. മനസ്സിൽ ആകെയുണ്ടായിരുന്നത് ഒരു വേദന മാത്രം. എന്നെ ചികിത്സിച്ച് പ്രോവിൻസ് ദരിദ്രമായി പോകൂ. 2-3 തവണ എന്നോട് സിറിൽ ചോദിച്ചു, അച്ഛാ ഈശോയോട് ഞാൻ പറയട്ടെ എന്നെ തിരിച്ചു വിളിക്കാൻ. ഞാൻ ചോദിച്ചു, സിറിലെ, ഞങ്ങൾ 140 സഹോദരന്മാർക്ക് നീ എന്ന് പറയുന്ന പോറ്റാൻ കഴിയില്ലെന്ന് നീ കരുതുന്നുണ്ടോ? നീ ഞങ്ങൾക്ക് ഭാരമൊന്നുമല്ലല്ലോ. ഒത്തിരിയേറെ സന്ദേശങ്ങളിൽ അവർക്ക് സിറിൽ തിരിച്ച് മറുപടി കൊടുത്ത വോയിസ് ക്ലിപ്പിലൊക്കെ പറയുന്ന ആഗ്രഹം ഇതേയുള്ളൂ: ടു സീ ഹിം ഫേസ് ടു ഫേസ്. ചങ്കോട് ചേർത്ത് പിടിച്ച ആരെയൊക്കെയോ അവൻ അല്പമൊന്ന് മാറ്റി നിർത്തണമായിരുന്നു. അതാണ് ഈ 10 മാസം ഇവൻ ചെയ്തത് മുഴുവൻ. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് വല്ലപ്പോഴുമെങ്കിലുമൊക്കെ ഇവൻ ഞങ്ങളെ ഒന്ന് കുറ്റം പറഞ്ഞേനെ. ഞങ്ങളുടെ സ്നേഹത്തെ ഒരുപക്ഷെ ഇവൻ അല്പം വേദനയോടെ അല്ലെങ്കിൽ അസൗകര്യത്തോടെ നോക്കിക്കണ്ടിരുന്നേനെ. ഇവൻ പതിയെ വിടവാങ്ങുകയായിരുന്നു. അല്ലെങ്കിൽ ദൈവം ഇവനെ നമ്മളിൽ നിന്നും അടർത്തിയെടുക്കുവാൻ 11 മാസത്തെ സമയം നമുക്ക് നൽകുകയായിരുന്നു. വീട്ടുകാരെ കുറിച്ച് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ അത് ശരിയാവില്ല. അമ്മയെ കാണണമെന്നുള്ള ഉത്കടമായ ആഗ്രഹം ഉള്ളിലൊതുക്കിയ ഒരു കുഞ്ഞുണ്ടായിരുന്നു സിറിലിൻ്റെ. എന്നോട് പറയും, വേണ്ടച്ചാ വീട്ടിൽ പോകണ്ട. പപ്പ പറയും, അച്ഛാ ഉണ്ണിക്കുട്ടൻ അത് പറയും, പക്ഷേ അമ്മ വേണോ അച്ഛാ? അമ്മയ്ക്കും മകനും തമ്മിലുള്ള ഹൃദയ ആഴത്തിൻ്റെ പരപ്പുകളെയും വീതികളെയും ഉയരങ്ങളെയും അളക്കുവാൻ ഞാൻ ആരുമല്ല. അത് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന സത്യം. അവരുടെ നഷ്ടത്തിൻ്റെ വില എന്താണെന്നും ഞങ്ങൾക്കറിയാം. പക്ഷേ ഇതൊന്നും ഞങ്ങൾക്ക് നഷ്ടമല്ല. വീട്ടിൽ 2 ദിവസം നിന്ന് പെട്ടെന്ന് ജസ്റ്റിനച്ഛനെ വിളിച്ച് പറയും, അച്ഛാ തിരിച്ചങ്ങോട്ട് വരണം. ഇത് പലയാവർത്തിയായപ്പോൾ അച്ഛൻ്റെ ബന്ധത്തിലുള്ള പെങ്ങന്മാർ ചോദിച്ചു, അതെന്നാ സിറിലെ ഇത്ര പെട്ടെന്ന് തിരിച്ചു പോകുന്നത്? അപ്പം സിറിൽ പറയുന്നൊരു ഉത്തരം ഇതാ: ഇവിടെ ദിവ്യകാരുണ്യമില്ലല്ലോ. എനിക്ക് കുറേ സമയം ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലിരിക്കണം. അതൊഴിവ് കഴിവാണോ, തിരിച്ച് ഞങ്ങളുടെയൊക്കെ കമ്മ്യൂണിറ്റിയിലേക്ക് വരാനുള്ള ആഗ്രഹമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ മനുഷ്യൻ ഉള്ളിൽ കരുതിയ അഗ്നിയുണ്ടായിരുന്നു. അത് ദിവ്യ കാരുണ്യമായിരുന്നു. അസുഖം മൂർച്ഛിച്ച് ICUയിൽ കിടന്നപ്പോൾ ഒരു ദിവസം ഞാൻ കുറച്ച് സമയം സിറിലിൻ്റെ അടുത്ത് ചിലവഴിച്ചു. എൻ്റെ കൈ ചേർത്ത് പിടിച്ചിട്ട് എന്നോട് അവൻ ചോദിച്ചു,
ശുദ്ധീകരണ സ്ഥലം എന്താണെന്ന് അറിയാവോ അച്ഛന്? ഞാൻ പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേടാ. പഠിച്ചിട്ടുള്ളതല്ല അച്ഛാ. പറഞ്ഞാൽ അച്ഛൻ വിശ്വസിക്കുമോയെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് മരിച്ചായിരുന്നു. മരിച്ച് ഞാൻ തിരിച്ചു വന്നതാണ് അച്ഛാ. ശുദ്ധീകരണം സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ്റെ കരം നമ്മളിങ്ങനെ മുറുക്കെ പിടിച്ച് മുന്നോട്ട് പോവുകയാണ്. കുറച്ച് യാത്ര ചെയ്ത് കഴിയുമ്പോൾ പിന്നെ മുഴുവൻ ഇരുട്ടാണ്, പ്രതികൂല സാഹചര്യങ്ങൾ, നിരാശ. പെട്ടെന്ന് നമ്മൾ ഈ ചേർത്ത് പിടിച്ചിരുന്ന കൈ അങ്ങ് നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് നമ്മൾ കടന്നു പോകുന്ന ഒരു അനുഭവമുണ്ടല്ലോ അച്ഛാ, ശുദ്ധീകരണ സ്ഥലമാണത്. ഞാൻ കടന്നുപോയ വഴിയെക്കുറിച്ചാണ് ഞാൻ അച്ഛനോട് പറയുന്നത്. എൻ്റെ കൈ വിടുവിച്ച് ആരോ പോയി. പിന്നെ ഞാൻ കരയുകയായിരുന്നോ, നിലവിളിക്കുകയായിരുന്നോ, വിഷമിക്കുമായിരുന്നോ, നിരാശപ്പെട്ടു പോവുകയായിരുന്നോ, ഒന്നും അറിയത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ കൈ മുറുകെ പിടിച്ച കൈ എൻ്റെ കൈ ചേർത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചപ്പോൾ ഞാൻ അനുഭവിച്ച ഒരു സന്തോഷമുണ്ടല്ലോ അച്ഛാ, അതാണ് സ്വർഗം. പ്രിയ സിറിൽ, ഇതിലും സുന്ദരമായിട്ട് സ്വർഗത്തെയും ശുദ്ധീകരണ സ്ഥലത്തെയും എങ്ങനെ ഞങ്ങൾക്ക് വ്യാഖ്യാനിക്കുവാനാകും? കുറെ കാലം ഞങ്ങളെ പഠിപ്പിച്ച് നീ തിരിച്ചു പോവുകയായിരുന്നു. നിന്റെ മുൻപിൽ വെറുതെ തലകുനിച്ച് നിൽക്കുവാനല്ലാതെ മറ്റൊന്നിനും ഞങ്ങൾക്കാവില്ല. ജസ്നത്ത് ഇന്നലെ പുറത്തുകൂടി ഇങ്ങനെ നടന്നപ്പോൾ ഞാൻ ചോദിച്ചു, ജസ്റ്റിനെ അകത്ത് കയറുന്നില്ലേ? ജസ്റ്റിൻ പറഞ്ഞു പറ്റുകയില്ല. ഇന്നലെ വരെ ഊട്ടുമേശയിൽ എൻ്റെ വലതിരുന്നവനെ ഇങ്ങനെ കാണുവാനാവില്ല. പ്രിയ സഹോദരങ്ങളെ, പതിയെ നിർത്തുകയാണ്. നന്ദിയോടെ ഓർക്കേണ്ട ചില വ്യക്തികൾ ഇവിടെയുണ്ട്. കുറ്റിക്കൽ മൈലംവേലി കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ട സിറിലിൻ്റെ മാതാപിതാക്കന്മാർ, സഹോദരൻ. സഭയിലേക്ക് അദ്ദേഹത്തെ വിട്ടതു മുതൽ ഇന്ന് വരെ ഞങ്ങളോടൊപ്പം ഒരു വാക്കുകൊണ്ടുപോലും ഒരു മറുസ്വരം പറയാതെ, അച്ഛാ സിറിൽ ഞങ്ങളുടേതല്ല നിങ്ങളുടേതാണ്, നിങ്ങൾ തീരുമാനിക്കുന്നു മാത്രം പറഞ്ഞ് ഞങ്ങളുടെ പിന്നിലേക്ക് ഒതുങ്ങി മാറി നിന്ന പ്രിയപ്പെട്ട പാപ്പ, മാമ അഗസ്റ്റിൻ, വൈഫ് എലിസബത്ത്, വീട്ടുകാർ, കുടുംബക്കാർ, സിറിൽ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. സിറിൽ ഹോസ്പിറ്റലിലായ ആ നിമിഷം ഞാൻ ലിൻഡോയെ വിളിച്ച് സിറിലിനെ ഏൽപ്പിച്ചതാണ്. ഇന്ന് വരെ ലിൻഡോ സിറിലിനോടൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ ജസ്റ്റിനും കുണ്ടായിത്തോടിലെ ഞങ്ങളുടെ സഹോദര സംഘവും. നിങ്ങളെ മനസ്സിലാക്കുന്ന സിറിൽ നിങ്ങൾക്ക് ഉത്തരവും ആശ്വാസവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദര, നിനക്ക് ഞങ്ങൾ യാത്രാവന്ദനം ചൊല്ലുന്നു. നീ ആയിരുന്നതിന്, നീ ഞങ്ങളോടൊപ്പം നടന്നതിന്, ഇടയ്ക്കൊക്കെ നിന്നിൽ ജ്വലിച്ചു നിന്ന ഈശോയെ കാണുവാൻ ഞങ്ങൾക്ക് സാധിക്കാതെ പോയതിന് നിന്നോട് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. എങ്കിലും നീ കൊളുത്തിവെച്ച ഈ ദീപം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങുകയാണ്. കാലവും ചരിത്രവും ഞങ്ങളുടെ ഈ സഹോദരനെ വിശുദ്ധനായി വാഴ്ത്തുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങളുടെ സമൂഹത്തിൽ ഞങ്ങളോടൊപ്പം, ഞങ്ങളെപ്പോലെ, ഞങ്ങളറിയാതെ ചിലപ്പോൾ ഞങ്ങൾ കലഹിച്ച, ചിലപ്പോൾ ഞങ്ങൾ കളിയാക്കിയ ഒരു സ്നേഹിതനുണ്ടായിരുന്നു, സുഹൃത്തുണ്ടായിരുന്നു. അവൻ്റെ പേര് സിറിൽ എന്നായിരുന്നു. കാലത്തിൻ്റെ തികവിൽ ദൈവം അവനെ തിരിച്ചു വിളിച്ചു. കാരണം ദൈവത്തിൻ്റെ ചങ്കിൻ്റെ ഒരംശം അവനായതുകൊണ്ട്, അവൻ ചെല്ലാതെ ഈ ചങ്കിന് പൂർണ്ണത ഇല്ലാത്തതുകൊണ്ട് തൻ്റെ ഹൃദയത്തെ പൂർണ്ണമാക്കുവാൻ അവൻ ഈ ചങ്കിനെ ജനുവരി 16 തിരിച്ചു വിളിച്ചു. ദൈവമേ, ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട സഹോദരനെ നീ തിരിച്ചെടുത്തുകൊള്ളുക. സ്വർഗങ്ങൾ സന്തോഷിക്കട്ടെ. സ്വർഗങ്ങളുടെ സന്തോഷം ഞങ്ങൾ ഭൂമിക്ക് അനുഗ്രഹമായി തീരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.